അപ്പോൾ എന്നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുമായിട്ട് മാത്രമാണ് എനിക്ക് ജന്മം മുതൽ, പഠനം മുതൽ, ജീവിതം മുതൽ, സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നപ്പോഴും കോൺഗ്രസ് പിടിച്ച അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോഴും ചില വനിതാ കോൺഗ്രസ് നേതാക്കൾ ശക്തമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞത്. അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കണമെന്നും അദ്ദേഹത്തെ പാർട്ടിയിൽ നിർത്തരുതെന്നും ആ നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM-ലെ വനിതാ നേതാക്കൾ പോലും പറയാൻ മടിക്കുന്ന വിധത്തിലാണ് UDF-ലെ ഈ വനിതാ നേതാക്കൾ, കോൺഗ്രസിലെ ഈ വനിതാ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചത്. അധികം താമസിക്കേണ്ടി വന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് രണ്ടാമത്തെ പരാതി വന്നപ്പോൾ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തു. എന്നാൽ ഇടതുപക്ഷത്തിലുള്ള CPI-യിലെ ശ്രീനാമ കുഞ്ഞമ്മ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അടൂരിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആ സന്ദർഭത്തിൽ ശക്തമായി നിലപാടെടുത്ത് മുന്നോട്ട് വന്നു. രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല, ഈ സ്ത്രീകളാണ് തെറ്റുകാരികൾ. അർദ്ധരാത്രി വരെ രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് അയക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ നടക്കുകയും ചെയ്ത റിനി ആർ ജോർജ് പോലെയുള്ള നടികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനെതിരെ ശക്തമായ പോരാട്ടത്തിനിറങ്ങി അദ്ദേഹത്തെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച റിനി ആർ ജോർജ് അടക്കം രാത്രിയിലടക്കം മെസ്സേജ് അയച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടരുകയായിരുന്നു. എവിടെയോ നിരാശ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഇതേപോലെ കാനഡയിലുള്ള യുവതി എന്തിനാണ് ഇവിടെ വന്ന് റൂമെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ക്ഷണിച്ചത്? രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് കുറ്റക്കാരനായി തീരുന്നത്? ഇതേപോലെ തന്നെ പാലക്കാടുള്ള വനിതാ മാധ്യമ പ്രവർത്തക നിയമവും കാര്യവും അറിയില്ലേ, എന്നിട്ട് പരാതി പോലും കൊടുക്കാതെ എന്തെങ്കിലും ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല? വർഷങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞ ശേഷം തൻ്റെ പിടിയിൽ ഒതുങ്ങുന്നതല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് മനസ്സിലാക്കി അവരെ പിടിച്ച് ആ സന്ദർഭത്തിലാണോ പരാതി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ ശ്രീനാമ കുഞ്ഞമ്മ രംഗത്തിറങ്ങിയത്. ആ ശ്രീനാമ കുഞ്ഞമ്മ ആരാണ്? ശ്രീനാമ കുഞ്ഞമ്മ CPI-യുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഈ വിഷയത്തിന് ശേഷം CPI-യിലെ AP ജയൻ എന്ന് പറയുന്ന നേതാവ് ഇടപെട്ട് ശ്രീനാമ കുഞ്ഞമ്മയെ അവിടുന്ന് CPI-യിൽ നിന്ന് പുറത്താക്കി. അവർക്ക് രണ്ട് കൈയും സ്വീകരിച്ച് കോൺഗ്രസ് സീറ്റ് കൊടുത്തു. ആ സീറ്റിൽ വൻ വിജയമാണ് ജില്ലാ പഞ്ചായത്തിൽ ശ്രീനാമ കുഞ്ഞമ്മ വിജയിച്ചത്. ഇത് വലിയ തോതിൽ CPI-ക്ക് വലിയ തിരിച്ചടിയായി. അടൂരിൽ ശ്രീനാമ കുഞ്ഞമ്മ വിജയിച്ചത് CPI-യുടെ ഹൃദയഭൂമിയിലാണെന്ന് പറയാൻ പറ്റും. അവരുടെ ഹൃദയം തകർത്തിട്ടാണ് വിജയിച്ചത്. ഈ സന്ദർഭത്തിലാണ് പുറത്തു വന്ന വിവരപ്രകാരം ആറന്മുളയിൽ ശ്രീനാമ കുഞ്ഞമ്മ ഇലക്ഷൻ നിൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശ്രീനാമ കുഞ്ഞമ്മയെ തകർക്കേണ്ടത് ആവശ്യമാണ് എന്ന് വീണ ജോർജ് ഒരു പ്ലാൻ ചെയ്യുന്നത്. അത് അവർ ചില CPI നേതാക്കന്മാരെ വിളിച്ചു വരുത്തുകയും ചെയ്യേണ്ട പ്ലാനുകൾക്ക് രൂപകൽപ്പന ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശ്രീനാമ കുഞ്ഞമ്മയുടെ റേഷൻ കാർഡ് റദ്ദാക്കാൻ വേണ്ടി റേഷൻ ഓഫീസറെ സ്വാധീനിച്ച് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് വീണ ജോർജ് ആണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന വാർത്തകൾ പ്രകാരം തന്നെ നമ്മൾക്ക് കാണുന്നത് എന്താണ്? അവരുടെ റേഷൻ കാർഡ് അരിയാഹാരം വാങ്ങി അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങി അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് CPI നടത്തിയ അഭ്യാസങ്ങളാണ്. ഇതിനെതിരെ ശ്രീനാമ കുഞ്ഞമ്മ അടിച്ച തിരിച്ചടിയിൽ കൃത്യമായി മുഖത്ത് ചെപ്പക്കുറ്റിക്ക് അടി കിട്ടിയത് വീണ ജോർജിനാണ്. വീണ ജോർജാണ് ഈ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഈ കളികളെല്ലാം കളിക്കുന്നതെന്ന് ആർക്കും അറിയില്ല എന്നാണ് ധാരണ. അതിന് അവരുടെ ഇടയിലുള്ള ചില ആളുകൾ തന്നെയാണ് ഈ കാര്യം ഇപ്പോൾ പുറത്ത് അറിയിക്കുന്നത്. വീണ ജോർജ് എന്ന് പറയുന്നത് എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിച്ച ഒരാളാണ്. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എനിക്ക് ഫോൺ ചെയ്യുകയും അവരുടെ വളരെ ഹോട്ടായ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അവർ പെൻഡ്രൈവ് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ തൊട്ടില്ലായിരുന്നു. എന്നാൽ അതേ സംഭവം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് എനിക്ക് വരികയാണ്. ആ കത്ത് പ്രകാരം എൻ്റെ കൈവശം അങ്ങനത്തെ വീഡിയോ ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതിനെതിരെയാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അടച്ചത്. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതി കോഷ്യാൻ കൊടുത്തിരിക്കുകയാണ്. വീണ ജോർജ് ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. എന്തായാലും ഇപ്പോൾ വീണ ജോർജിന്റെ സകല കള്ളത്തരങ്ങളും കണ്ണൂരിൽ പൊളിഞ്ഞ് പാളീസായിപ്പോയി KSUക്കാരുടെ മുന്നിൽ. ഇപ്പോൾ KSU നേതാവ് അതുൽ ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയൊരു അട്ടിമറി വിജയം തന്നെ ധർമ്മടത്തുണ്ടാകാൻ സാധിക്കും. അതുൽ എന്ന് പറയുന്ന ചെറിയ ഒരു ആൺകുട്ടി പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ തയ്യാറാണെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തോട് സഹതാപ തരംഗം ഉണ്ടാകും. കാരണം കണ്ണൂരിൽ അദ്ദേഹത്തെ
ആയുധം ഉപയോഗിച്ച് വീണ ജോർജിനെ ആക്രമിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കള്ളക്കഥയുണ്ടാക്കി, പരിക്കേറ്റു എന്ന് പറഞ്ഞ കഥയുണ്ടാക്കി അഭിനയിച്ച വീണ ജോർജിന്റെ കളികളെല്ലാം ലോകം കണ്ടിട്ടുള്ളതാണ്. പിണറായി വിജയനാണ് അതിന് കാരണക്കാരൻ. പിണറായി വിജയൻ അപ്പോൾ തന്നെ ഓടിയെത്തുകയും അദ്ദേഹത്തിനെ എന്താക്കി, ഇങ്ങനെ ഒരു സംഭവം വലിയ ഭീകരമായ അവസ്ഥയിലേക്ക് ആക്കുകയും കേരളം മുഴുവൻ കത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അതെല്ലാം കള്ളമാണെന്ന് പോലീസ് തന്നെ പറയുകയാണ്. ആയുധവുമില്ല, കോപ്പമില്ല, വീണ ജോർജ് കള്ളം പറഞ്ഞാണെന്ന് പോലീസുകാർ തന്നെ പറയുകയാണ് അവരുടെ കൂടെയുള്ള. അങ്ങനെയുള്ള വീണ ജോർജാണ് ഇപ്പോൾ ഈ പറയുന്ന ശ്രീനാമ കുഞ്ഞമ്മയെ പുറത്താക്കാൻ വേണ്ടി കളിച്ചത്. ഇപ്പോൾ ശ്രീനാമ കുഞ്ഞമ്മ പച്ചയ്ക്ക് പറയുകയാണ് എല്ലാ കാര്യവും. നമുക്കത് പൂർണ്ണമായി കേൾക്കാം. കാലം അത്രയും കൊല്ലം ജില്ലയിലെ ഒരു സംഘടനാ പ്രവർത്തനത്തിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ തലപ്പത്തോ അംഗമായിട്ടോ ഇക്കാലയളവിൽ ഞാൻ ഉണ്ടാകാതിരുന്നത്. അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുകയും പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുകയും പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലൂടെ മാത്രം വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുകയും എൻ്റെ LKG ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് എൻ്റെ ഡിവിഷനിൽ തന്നെയുള്ള പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലാണ്. ഞാൻ താമസിച്ചത് ഇതേ എൻ്റെ അമ്മാവൻ്റെ അമ്മാവിയുടെ വീടാണ്. ഇപ്പോൾ 2011 അവർ വാങ്ങിച്ച വീടാണ്, അടൂര മണക്കാലയിലെ വീട്. അതിന് മുൻപ് അത്രയും കാലവും 2011 മുൻപുള്ള എല്ലാ കാലത്തും അവർ താമസിച്ചിരുന്നത് കടമ്പനാട് പഞ്ചായത്തിലുള്ള 2 വാടക വീടുകളിലായിട്ടാണ്. അപ്പോൾ ഈ 2 വാടക വീടുകളും ഞാൻ കടമ്പനാട് സ്കൂളിൽ, കടമ്പനാട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്കൂളുകളിലാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. കടമ്പനാട് വിവേകാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിവേകാനന്ദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 2 സ്കൂളുകളിൽ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളുകളിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് എൻ്റെ അമ്മാവിയുടെ 2 വാടക വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയുമായിട്ട് മാത്രമാണ് എനിക്ക് ജന്മം മുതൽ, പഠനം മുതൽ, ജീവിതം മുതൽ, സംഘടനാ പ്രവർത്തനം മുതൽ പരിപൂർണമായി ഞാൻ പത്തനംതിട്ട ജില്ലക്കാരിയാണ്. എന്നെ അൺനെസസറി ആയിട്ട് അനാവശ്യമായിട്ട് കൊല്ലം ജില്ലയുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് കുട്ടികളുടെയൊക്കെ അഡ്രസ്സിൽ നമ്മൾ കാണാറുണ്ട്. ഒരു കാലഘട്ടം വരെ ചിലപ്പോൾ അവരുടെ അഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഇടത്തായിരിക്കാം. പക്ഷേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരിടത്തേക്കാകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അഡ്രസ്സിലേക്ക് മാറ്റപ്പെടുന്നത് എല്ലായിടത്തും കാണുന്ന ശൈലിയാണ്. എനിക്കിതൊരിക്കലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പലയിടത്തും പേര് ചേർക്കുന്നു, വോട്ട് ചെയ്യുന്നു എന്നുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളോട് പോലും ഇത് ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന്റെ ആവശ്യമായിട്ട് പേര് മാറ്റി അതിനുവേണ്ടി മാത്രം പത്തനംതിട്ട ജില്ലയിലെ ഒരു അഡ്രസ്സ് കണ്ടെത്തി അതിനുവേണ്ടി മാത്രം ഒരു പരിചയമില്ലാത്ത ഒരിടത്തേക്ക് പേര് ചേർത്ത് ഒന്നും വന്നയാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ജനിച്ച കാലം മുതൽ ഞാൻ താമസിക്കുന്ന, എനിക്ക് ബന്ധമുള്ള, എനിക്ക് ആത്മബന്ധത്തിനപ്പുറം പറയാൻ സാധിക്കുന്ന, എൻ്റെ അമ്മയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ബന്ധമില്ലാത്തൊരു വ്യക്തിയല്ല. അമ്മാവൻ ഇപ്പോൾ അവർ പറയുന്നത് അമ്മൂമ്മയുടെ അകന്ന ബന്ധം, അവരുടെ അമ്മൂമ്മയുടെ അകന്ന ബന്ധം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഇത് ഇപ്പോൾ റിലേഷൻ ഉണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഇവരുടെ തന്നെ ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള 3 പേരാണ്: ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത്. അതിൽ ശ്രീജിത്ത്, ശ്യാംജിത്ത് എന്നിവരാണ് ഇന്നലെ മാധ്യമങ്ങളിൽ വന്നത്. ഇത് ഒരു ഡോക്യുമെന്റ് ആണ്, പ്രമാണം, എൻ്റെ പേരിലുള്ള പ്രമാണമാണ്. ഇത് എഴുതി തന്നിരിക്കുന്നയാൾ ശ്രീപാർവതി എസ് പിള്ള എന്ന് പറയുന്നയാൾ ഈ പറയുന്ന 3 പേരുടെയും ഒരേ ഒരു സഹോദരിയാണ്. അവർ 4 മക്കളാണ്. അതിൽ ഏറ്റവും ഇളയ സഹോദരിയാണ് ശ്രീപാർവതി എസ് പിള്ള. അപ്പോൾ പറയട്ടെ അപ്പോൾ അത് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേണ്ട 4ാമത്തെ പേജിൽ, 3ാമത്തെ പേജിലായിട്ട് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. കണ്ണകത്ത് കുഞ്ഞൻപിള്ളയുടെയും അയണിവേലിൽ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും 7 മക്കളിൽ 4ാമത്തെ മകളായ എൽ അമ്മുക്കുട്ടി അമ്മയുടെ മകൻ സോമനാഥൻ പിള്ളയുടെ മകളായ ഞാൻ, മേൽപ്പറഞ്ഞ കുഞ്ഞൻപിള്ളയുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും 6ാമത്തെ മകളായ എൽ ശാരദാമ്മയുടെ മകളായ എസ് ഗിരിജാദേവി അമ്മയുടെ മകളുമായ താങ്കൾ, മേൽപ്പറഞ്ഞ വസ്തുവിലുള്ള വീട്ടിൽ താമസിച്ച് എൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്നും 2015 മുതൽ മരണം വരെ എൻ്റെ മാതാപിതാക്കളെ പരിചരിച്ചും സംരക്ഷിച്ചും മേപ്പടി വസ്തുവും വീടും നോക്കി നടത്തി വന്നിരുന്നതും ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നതുമായിരുന്നു. മേൽപ്രകാരം എന്ന് തുടങ്ങിയാണ് ഈ പ്രമാണത്തിൽ ബന്ധം എന്താണ് എന്ന് വ്യക്തമാക്കുക. കാരണം ഇഷ്ടദാന ആധാരമാണ്. ഇതിൽ കൃത്യമായിട്ട് ബന്ധം എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ചുരുക്കി നമുക്ക് എന്ത് ബന്ധമെന്ന് പറയാൻ കഴിയും? അവർക്ക് ഒരു ബന്ധമല്ല അവർ പറയുമ്പോൾ നമുക്ക് എന്ത് ബന്ധമാണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയും ഈ ഇന്നലെ നിങ്ങളെല്ലാവരെയും കണ്ട 2 പേരുടെ അച്ഛൻ്റെ അമ്മയും സിസ്റ്റേഴ്സാണ്, സഹോദരങ്ങളാണ്. ആ വീട്ടിൽ അഡ്രസ് വരാൻ കാര്യം, ആ വീട്ടിലേക്ക് അഡ്രസ് വരാൻ കാര്യം എന്താ? കഴിഞ്ഞ തവണ CPIക്ക് മത്സരിച്ചപ്പോൾ അവിടെ ചേർത്താണ്. ചേട്ടൻ കഴിഞ്ഞ തവണ CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് മത്സരിക്കുമ്പോഴാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് പത്തനംതിട്ടയിലാണ്. ഞാൻ 2016 മുതൽ, കോളേജ് കഴിഞ്ഞ കാലം മുതൽ വനിതകലാ സാഹിതി എന്ന് പറയുന്ന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ്. എന്നെ സംബന്ധിച്ച് സംഘടന 2018 നടന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള, അൺഫോർച്ചുനേറ്റ്ലി കോൺഗ്രസ് അവിടുത്തെ ഭരണസമിതിയായിരുന്നു. ആ സമയത്ത് ഞാൻ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്ത് അവിടെ നിന്നാണ്. മനോരമ ന്യൂസ് ചാനൽ നമ്മുടെ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച അവിടെ സംഘടിപ്പിച്ചപ്പോൾ, പോർക്കളം സംഘടിപ്പിച്ചപ്പോൾ ഞാൻ 2019 ഞാൻ മെമ്പർ അല്ല ആ സമയത്ത്. ഞാൻ അവിടെ നടന്ന മനോരമയുടെ ഡിസ്കഷനിൽ ഇപ്പോഴത്തെ MLA ആയ ശ്രീ KU ജനീഷ് കുമാറിനൊപ്പം പങ്കെടുത്തത് ഞാനാണ്. എന്നെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു ചർച്ചയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇവർ പറയുന്ന കൊല്ലം ജില്ലയിലെ എൻ്റെ വീട്, എൻ്റെ കുടുംബ വീട്
വീടെന്ന് പറയുന്നത് കുന്നത്തൂർ നിയോജക മണ്ഡലമാണ്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാമുള്ള MLA ശ്രീ കോവൂർ കുഞ്ഞുമോനാണ്. അദ്ദേഹത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനും എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അവിടുത്തെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഈ പറയുന്ന ഒരു ചർച്ചകളിലോ ഒന്നിന്റെയും ഭാഗമായിട്ട് പോയിട്ടില്ല. ഉണ്ട് 2016 അടൂരിൽ ചിറ്റയം ഗോകുമാർ MLA ആയതിനു ശേഷം അദ്ദേഹം തന്നെ അവിടെ MP സ്ഥാനാർത്ഥിയായിട്ട് മാവേലിക്കരയിൽ വന്ന ഒരു സമയത്ത് മാത്രമാണ് അടൂര് MLA അവിടേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ചില വേദികളിൽ ഞാൻ സംസാരിക്കാൻ. പോലീസിലേക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഇവര്. അതായത് വ്യാജരേഖ ചമച്ചു, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, റേഷൻ കാർഡിൽ വന്നു, അപ്പോൾ അതിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ കാണിച്ച ആധാരം എന്ന് പറയുന്നത് ഈ വിവാദം ഉണ്ടായ ശേഷം രജിസ്റ്റർ ചെയ്തതാണ്, അതിന് വലിയ വാലിഡിറ്റി ഇല്ല എന്നാൽ അതായത് മുന്നോട്ട് പോകുമ്പോൾ ശ്രീനയുടെ ഇലക്ഷൻ റദ്ദാക്കപ്പെടുന്നതിലേക്ക് പോകുന്നത് കണ്ടാണ് ഈ നീക്കമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു പിന്നീട് എടുത്ത നീക്കമാണോ ഈ ഒരു ഇഷ്ടദാനത്തിന്റെ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നുള്ള പ്രയോഗത്തോടെ എനിക്ക് പറയാനുള്ളൂ. CPIയുടെ ജില്ലാ നേതൃത്വത്തോടും എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്നാ എൻ്റെ റേഷൻ കാർഡ് ഒന്ന് റദ്ദ് ചെയ്തത്? റേഷൻ കാർഡ് റദ്ദ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആവുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത വന്നത്? ഞാൻ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർച്ച് മാസം 7-ാം തീയതിയാണ്. ഈ വാർത്ത അവരറിയുന്നത് മാർച്ച് മാസം 8-ാം തീയതിയോടുകൂടി ഇതെല്ലാവരും അറിയുന്നു. 9-ാം തീയതി തൊട്ട് ഫേസ്ബുക്കിൽ പതിയെ പ്രചരണം തുടങ്ങുന്നു. നിങ്ങളിലേക്ക് വാർത്തകൾ എത്തുന്ന ഏത് ടീലാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നിപ്പോൾ 13, 14 ആവുന്നു. അപ്പോൾ 7-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഈ പ്രമാണത്തിന് ശേഷം ഇനി ഈ കേസ് മുന്നോട്ട് പോയാൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നും ശ്രീപാർവതി എൻ്റെ കൂടെ സത്യം പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് എനിക്ക് ഒപ്പമുണ്ട് എന്നും ഇപ്പോൾ ഞാൻ ആ വീടിന്റെ ലീഗൽ ഓണറാണ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും ആ പ്രമാണം ആ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒപ്പുകൂടി വേണ്ട സാഹചര്യം. പറയട്ടെ അതെ ഞാൻ പറഞ്ഞു വിട്ടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടായ വലിയ ആത്മസംഘർഷവും വലിയ ഫ്രസ്ട്രേഷനും ഓർക്കുണ്ട്. അത് CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്, മുൻ ജില്ലാ സെക്രട്ടറിക്ക്, ഇപ്പോൾ എനിക്കെതിരെ ഇലക്ഷന്റെ പരാതി കൊടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാൻ പാർട്ടിയിൽ 2022 സഖാവ് കാനം രാജേന്ദ്രന് പരാതി കൊടുക്കുമ്പോൾ അതിൽ 2 പേരുടെ അഴിമതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒരാളെക്കുറിച്ചും ഒരാളുടെ പൂർണ്ണമായ അഴിമതിയും. ആ 2 പേരിൽ ഒരാളാണ് എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം വലിയ സ്വപ്നമായിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും CPIയുടേതാണ് എന്നുള്ളത് കൊണ്ട് ഈ 2 വകുപ്പുകളിലും തങ്ങൾക്ക് ചെലുത്താവുന്ന എല്ലാ പരമാവധി അധികാര ദുർവിനിയോഗവും നടത്തിക്കൊണ്ട് എന്നെ പുറത്താക്കുക എന്ന് പറയുന്ന, അയോഗ്യത കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഗൂഢാലോചന നടന്നു വരികയായിരുന്നു. തീർച്ചയായിട്ടുമാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ സജീവമായി രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനത്തിലും നിൽക്കുന്നു. എനിക്ക് കൊല്ലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടുത്തെ നേതാക്കൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ എന്നെ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പള്ളിക്കൽ വന്നതിന് ശേഷം ഒരു പബ്ലിക് സ്പേസിലേക്ക് പലയിടത്തും സംസാരിക്കുന്ന സമയം വരുമ്പോഴാണ് കൊല്ലം ജില്ലയിലെ ചില പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ പങ്കെടുക്കും. കൂടുതലും കോട്ടയം എല്ലാ ജില്ലകളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വിളിക്കുമ്പോൾ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പലയിടത്തും പ്രസംഗിക്കുവാനും പരിപാടികൾ പങ്കെടുക്കുവാനും പ്രഭാഷക എന്നുള്ള നിലയിലും 2014-15 ആ സമയം മുതൽ ഞാൻ കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ വിളിക്കുമ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ പോകാറുണ്ട്. അതല്ലാതെ കൊല്ലവുമായിട്ട് എനിക്ക് സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു ബന്ധമോ ഒരു അംഗത്വം പോലും അവകാശപ്പെടാനില്ല. കാരണം കൊല്ലം ജില്ലയിലെ ഒരു സംഘടന, ഏറ്റവും കുറഞ്ഞത് ഒരു സാംസ്കാരിക സംഘടനയുടെ പോലും ഭാഗമായി ഞാൻ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ വിളിക്കുന്നിടത്തേക്ക് സംസാരിക്കാൻ പോകുന്നു, പ്രഭാഷണത്തിന് പോകുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ബന്ധവും എനിക്ക് കൊല്ലം ജില്ലയുമായിട്ടോ തിരുവനന്തപുരമായിട്ടോ ആലപ്പുഴയുമായിട്ടോ കോട്ടയുമായിട്ടോ മറ്റൊരു ബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല. എൻ്റെ സംഘടനാ പ്രവർത്തനം പത്തനംതിട്ട ജില്ലയിലാണ്. എൻ്റെ താമസം, സ്ഥിര താമസം കഴിഞ്ഞ കാലങ്ങളിൽ മൊത്തം പത്തനംതിട്ട ജില്ലയിലാണ്. ഞാൻ പഠിച്ചത് പൂർണ്ണമായിട്ട് പത്തനംതിട്ട ജില്ലയിലാണ്. എല്ലാ തരത്തിലും ഞാൻ പത്തനംതിട്ട ജില്ലയിലായിരുന്നു. മോറോവർ എൻ്റെ അമ്മുമ്മ ഇവരുടെ ഈ പറയുന്ന പരാതിക്കാരായിട്ട് ഇന്നലെ വന്നവരുടെ അമ്മുമ്മയും എൻ്റെ അമ്മുമ്മയും സഹോദരങ്ങളായതുകൊണ്ട് തന്നെ ഈ 2 പേരും താമസിച്ചിരുന്നത് എൻ്റെ ഇന്നലെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ശ്രീജിത്ത്, ശ്യാംജിത്ത് എന്ന് പറയുന്നവർ വാടകയ്ക്ക് കടമനാട് വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടിൽ അവർക്കൊപ്പമാണ് എൻ്റെ അമ്മയുടെ അമ്മയും അവരുടെ അച്ഛൻ്റെ അമ്മയും താമസിച്ചിരുന്നത്. കാരണം അവർ തമ്മിൽ അത്രയും അടുത്ത സിസ്റ്റേഴ്സാണ്. അവർ തമ്മിൽ ഒരുമിച്ച് താമസിച്ച് വളർന്നു വന്നു. ഞാൻ ആ വീടിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ള സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ അവിടെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ചെല്ലുന്നു. ഞാൻ അവിടെ താമസിക്കുന്നു. എൻ്റെ ജീവിതം അവിടെയാണ്. 4-ാം ക്ലാസ് വരെ ഞാനും പാർവതിയും, 1 വയസ്സിന് ഇളയതാണ് പാർവതി എന്നെക്കാളും, 1.5 വയസ്സിന്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു സ്കൂളിൽ തന്നെയാണ് കുറേ കാലം പഠിക്കുന്നത്. പിന്നെ ഞങ്ങൾ കോളേജ് കഴിയുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സിവിൽ സർവീസിന് പ്രിപ്പറേഷനായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പറേഷൻ നടത്തുന്നു, പഠിക്കുന്നു. അതിനുശേഷം അമ്മാവന് അൾഷിമേഴ്സിൻ്റെ ഒരു രോഗാവസ്ഥ അധികമായി കഠിനമാവുന്ന സാഹചര്യമായപ്പോൾ ഞങ്ങൾ 2 പേരും തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അമ്മാവനെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ കണ്ടിട്ടില്ല ഈ 3 മക്കളെ. 3 മക്കളുണ്ട്. ഒരു സമയത്ത് അമ്മാവി എന്ന് പറയുന്നത് വളരെ ജെന്റിലായിരുന്നു. വളരെ ഇമോഷണലായിട്ട് മക്കളെ നന്നാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ അമ്മാവി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒടുക്കം വന്നപ്പോൾ അമ്മാവി വളരെ ബോൾഡായി മാറി. ഇതിനി തിരിയില്ല എന്ന് കാണുന്ന ഒരു സാഹചര്യം, നന്നാവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ അമ്മാവി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ കുടുംബ പ്രശ്നങ്ങളിലേക്കോ ഇവരാരാണോ എന്നോ ഇവരുടെ ഐഡന്റിറ്റി എന്താണോ എന്നോ അവരെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളോ പൊതുസമൂഹത്തിന് മുന്നിൽ പറയേണ്ട ആവശ്യം നിലവിലില്ല. ഞാൻ അങ്ങനെ ഒരു വെർബൽ സ്റ്റേറ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. പകരം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്നെ കൊല്ലം ജില്ലക്കാരിയാക്കാൻ ശ്രമിക്കുന്ന CPIയുടെ പത്തനംതിട്ട
പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തോട് എനിക്ക് അപമാനം മാത്രമേ ഉള്ളൂ. 2018-19 കാലയളവിലാണ് എൻ്റെ അമ്മുമ്മ രോഗാതുരതയാവുന്നതും മരണപ്പെടുന്നതും. അപ്പോൾ ആ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ അന്നത്തെ ജില്ലാ സെക്രട്ടറി, അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അന്നത്തെ വനിതകലാസാഹിതി, യുവകലാസാഹിതി ഉൾപ്പെടെയുള്ള സംഘടനാ നേതൃത്വം, അടൂർ മണ്ഡലം സെക്രട്ടറി, യുവജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും പത്തനംതിട്ട ജില്ലക്കാരുടെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. കൊല്ലം ജില്ലയിലെ ആ വീട് നിൽക്കുന്നത് ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രദേശത്താണ്. അവിടെയുള്ള പ്രാദേശികരായിട്ടുള്ള ചില നേതാക്കന്മാർ പങ്കെടുത്തു, ചിലർ പരിചയമുള്ളവർ, അടുപ്പമുള്ളവർ നേതാക്കന്മാർ വന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും എനിക്കോ എൻ്റെ വീട്ടിലുള്ളവർക്കോ അവിടേക്കായിട്ട് രാഷ്ട്രീയപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഇല്ല. അപ്പം ഞാൻ ചോദിക്കുന്നവരോട് ഇതാണ്, 2018-19 കാലയളവിൽ അന്ന് എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങൾ എല്ലാവരും പത്തനംതിട്ട ജില്ലയിലെ നേതൃത്വമാണ് വന്നിട്ടുള്ളത്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സംഘടനാ പ്രവർത്തനത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൊല്ലം ജില്ലയുമായിട്ട് എനിക്ക് അത്തരത്തിലുള്ള യാതൊരു ബന്ധവും അവകാശപ്പെടാനില്ല. കാരണം ഞാൻ പൂർണ്ണമായും താമസിക്കുന്നതും പഠിക്കുന്നതും ഇടപെടുന്നതും ജീവിക്കുന്നതും എൻ്റെ വീടും പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഓൾമോസ്റ്റ് 5.5 ഇയേഴ്സ്, കറക്റ്റ് ഇലക്ഷൻ ഒരു 2-3 മാസം മുൻപാണ്. ഇലക്ഷന് ഒരു 3 മാസം മുൻപായിരിക്കും. ഇലക്ഷൻ അടുപ്പിച്ച് തന്നെയാണ് റേഷൻ കാർഡിൽ പേര് ചേർത്തതും. ആ CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ അവിടുത്തെ CPIയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരതാമസമുള്ള വീട്ടിലേക്കാണ് മാറ്റിയത്. എനിക്ക് വേണമെങ്കിൽ ഒരു വാടക വീട് എടുത്ത് മാറ്റിക്കൂടെ? എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് ബന്ധുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വേണമെങ്കിൽ എനിക്കൊരു വാടക വീട് വാങ്ങിക്കാം. ഇനി അതൊക്കെ ഉപരിയായിട്ടൊരു ചോദ്യം, ഈ കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് എനിക്ക് വേണമെങ്കിൽ അവിടെ ഒരു വീടും അഡ്രസ്സും ഉണ്ടാക്കാമായിരുന്നില്ലേ? ഇത്രയും കുടുംബ പ്രശ്നമുള്ള വീടാണ്, എനിക്ക് അവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ എളുപ്പമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ താമസിച്ചിട്ടുള്ള എൻ്റെ വീടാണത്. അപ്പോൾ ആ വീട്ടിൽ നടന്നിട്ടുള്ള ഒരു മെയിൻ്റനൻസ് വർക്കിനെ കുറിച്ചോ, അവിടെ സാധനം വാങ്ങിക്കുന്നതിനെ കുറിച്ചോ, ആ വീട്ടു ചെലവിനെ കുറിച്ചോ, അവിടെയുള്ള ഒരു ഓണം ഒരുക്കുന്നതിനെ കുറിച്ചോ ഒന്നും അറിയാത്ത 3 പേരാണ് ഇപ്പോൾ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ളത്. 2 പേരാണ് അവിടെ നിന്ന് എനിക്കെതിരെ സംസാരിച്ചത്. അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് പേര് വെട്ടിയതിന്റെ ഉത്തരവ് വന്നതിന്റെ പുറകിലാണ് ഈ സ്ഥലം. അത് രേഖകളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഉത്തരവ് ഞാൻ ചോദിക്കുന്നത്, പത്തനംതിട്ട ജില്ലയിലെ അടൂർ TSO ഇങ്ങനെ ഒരു നടപടി, ഞാൻ അവിടെ രസകരമായിരുന്നു, അവിടെ എന്നെ ഹിയറിങ്ങിന് വിളിച്ച ദിവസം ജനുവരി 29 എൻ്റെ ഓർമ്മ. ഞാൻ അവിടേക്ക് ചെന്ന് ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ എന്നോട് TSO പറയുന്ന മറുപടി, മാഡം ഞങ്ങൾ ആ കാർഡ് അങ്ങ് റദ്ദ് ചെയ്യും കേട്ടോ. ഞാൻ ഇരിക്കാൻ ഒരുങ്ങി ഞാൻ എണീറ്റിട്ട് ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ അങ്ങ് ഇറങ്ങാം, ഇവിടെ ഹിയറിംഗ് വേണ്ട, ഇവിടെ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, കാർഡ് റദ്ദ് ചെയ്യും. എന്നിരുന്നാലും എൻ്റെ മാന്യത കൊണ്ടും എനിക്ക് ആ വിഷയത്തിൽ ഗവൺമെൻറ് ഒരു ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ പങ്കെടുക്കേണ്ടത് അത് ശരിയായ രീതി അതാണ് എന്നുള്ളതുകൊണ്ടും ഞാനിരുന്നു, അവരോട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കൂടെ ഈ പറയുന്ന ശ്രീപാർവതി S. പിള്ള എന്ന് പറയുന്ന ഇവരുടെ സ്വന്തം സഹോദരി, അത് നാട്ടിലില്ല, അസാമിലാണ്. അവിടെ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്ന സമയത്താണ് എൻ്റെ ഈ TSOയുടെ ഹിയറിങ്ങിന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീപാർവതി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ആ വാർഡിലെ മെമ്പർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ശ്രീപാർവതിയുടെ മൊഴിക്ക് വിലയില്ല, എൻ്റെ മൊഴിക്ക് വിലയില്ല, സത്യസന്ധമായിട്ടുള്ള സാഹചര്യത്തിന് വിലയില്ല, അയൽക്കാരുടെ സത്യസന്ധമായിട്ട് മൊഴി കൊടുത്ത അയൽക്കാർക്ക് വിലയില്ല, ആ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ആ വാർഡിലെ മെമ്പർ കൊടുത്ത മൊഴിക്ക് വിലയില്ല. പകരം CPIയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടൂരിലെ TSOയ്ക്ക് കൊടുത്ത രാഷ്ട്രീയ നിലപാടിനും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനും മാത്രമേ വിലയുള്ളൂ എന്നുള്ള തീരുമാനത്തിന് നമുക്ക് TSO ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ 60 ദിവസം നോട്ടീസ് പീരീഡ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ചുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ഉറപ്പായിട്ടും ഒരു ഉദ്യോഗസ്ഥർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയക്കാരുടെ തൊഴിലാളികളായിട്ട് മാറുന്നുണ്ട് എങ്കിൽ, എന്ത് തരത്തിലും മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ രാഷ്ട്രീയ പകപോക്കലിന് കൂട്ടുനിൽക്കുന്നുണ്ട് എങ്കിൽ, ഒരു ഉദ്യോഗസ്ഥർക്കെങ്കിലും അതിൻ്റെ ശിക്ഷാ നടപടി ശരിയായി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കൃത്യമായ സന്ദേശം പുറത്തേക്ക് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അടൂർ TSOയ്ക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. അത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ട് മുന്നോട്ട് പോകാനായി. അതെ, ഇലക്ഷൻ ID കാർഡ് ഇവിടെ തന്നെയാണ്, റേഷൻ കാർഡ് ഇവിടെ തന്നെയാണ്, ഞാൻ താമസിച്ചു വന്നത് ഇവിടെ തന്നെയാണ്, സ്ഥിരമായി താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. ജനുവരി 21 ഞാൻ ഈ പറയുന്ന ശ്യാംജിത്ത് എന്നയാൾക്ക് അയച്ച മെസ്സേജ് വീണ്ടും കാണിക്കാം. ഞാൻ അയച്ച മെസ്സേജ് ഉണ്ട്, ജനുവരി 21 എന്ത് പറ്റി, അച്ചായൻ പറഞ്ഞു എന്തോ വഴക്ക് പറഞ്ഞു എന്നോ, വാട്ട് ഹാപ്പൻഡ് എന്ന് ഞാൻ അയച്ച മെസ്സേജ് ആണിത്. ഇത് ഈ മെസ്സേജ് അയക്കാൻ കാരണം ആ വീട്ടിൽ കൊടുത്തിരുന്ന നെയ്ബറായിട്ടുള്ള ഒരു വീട്ടിൽ കൊടുത്തിരുന്ന താക്കോല് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും 21 വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ വീടിന്റെ മെയിൻ ഡോറിൽ നിന്ന് പൂട്ട് അതേപടി ഇളക്കി മാറ്റി പുതിയ ഒരു ലോക്കും കീയും ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊന്നും തന്നെ ഞാൻ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചത്, ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും, അവർക്ക് സഹോദരി എന്നുള്ള കൺസിഡറേഷൻ ഇല്ലായെങ്കിലും പാർവതി എൻ്റെ സ്വന്തം സിസ്റ്ററാണ്, എനിക്ക് എൻ്റെ അനിയത്തിയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള
ഡാമേജസ് ഒരുപാടാണ്. അവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൾക്കൊപ്പം എന്താ പറയുക, അവൾക്കൊരു മാനസിക ബുദ്ധിമുട്ട് എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടോ അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളിലേക്ക് ലീഗലി മുന്നോട്ട് പോകാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ടാണ് എന്നും ഇവർ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതെന്നും വ്യക്തിപരമായി നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ട് ഫെബ്രുവരി മാസം പകുതി കഴിഞ്ഞപ്പോൾ അതുവരെയും ഇവർ ഇതൊരു പക്ഷേ ദേശത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടവുമാണെങ്കിൽ മാറ്റപ്പെടുമെന്ന് വിശ്വസിച്ചു. മാറില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ശ്രീഭാരതി തന്നെ താക്കോൽ ആവശ്യപ്പെട്ടുകൊണ്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അപ്പോൾ ആ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതിനെ തുടർന്ന് ഒരു നമ്മുടെ അടൂർ വീട് പൂട്ടിയിട്ടിട്ട് താക്കോൽ ഇളക്കി മാറ്റിയിട്ട് എനിക്ക് അകത്തേക്ക് കൃത്യമായി പറഞ്ഞാൽ 21-ാം തീയതി വീടിന്റെ പൂട്ട് മാറ്റുന്നു. അകത്തേക്ക് എനിക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. 22-ാം തീയതി TSO വരികയാണെന്ന് ഇവിടെ ഫീൽഡ് വിസിറ്റിന്. TSO വരുമ്പോൾ എന്നെ അറിയിക്കുന്നില്ല, പരാതി കിട്ടി തന്നെ അറിയിക്കുന്നില്ല, അവിടെ വരുന്നത് തന്നെ അറിയിക്കുന്നില്ല. എന്നിട്ട് അവരങ്ങ് റിപ്പോർട്ട് ചെയ്യും ഞാൻ വീട്ടിൽ താമസമില്ല. അപ്പോൾ ഇത് വെൽ പ്ലാൻഡ് അല്ലേ? ഇളക്കി മാറ്റുന്നു, പിറ്റേ ദിവസം TSO വരുന്നു, TSOയുടെ റിപ്പോർട്ട് പോകുന്നു. അപ്പോൾ ഞാൻ സ്ഥലത്തില്ല, ഫീൽഡ് വെരിഫിക്കേഷൻ വരുമ്പോൾ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല, സ്വാഭാവികമാണ്. അപ്പോൾ ജനുവരി 20-ാം തീയതി വരെ ആ വീടുമായിട്ട് എല്ലാ ആക്സസുമുള്ള ആ വീട്ടിൽ ക്ലീനിങ്ങിന് ആളെ നിർത്തിയിട്ടുള്ള, ആ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന, ആ വീട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്ഥിരതാമസത്തിന് എൻ്റെ ബിലോങ്ങിങ്സും വീടിനകത്തുള്ള എൻ്റെ വീട് അവർ കൈക്കലാക്കി. അവരുടെ കൂടി വീടാണ്, അങ്ങനെ തന്നെ പറയണം, അവരുടെ വീടാണ്, അവരുടെ കൂടി വീടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ കയറാനൊക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട്, ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ദേ നോക്കൂ ഇവരിവിടെ താമസമില്ല, അതുകൊണ്ട് റിപ്പോർട്ട് അങ്ങനെ പോകട്ടെ എന്ന് മുകളിൽ നിന്നുള്ള സമ്മർദ്ദം അനുസരിച്ച് പെരുമാറുമ്പോൾ ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചാലഞ്ച് ഉണ്ട്. ഈ വസ്തു പോക്കുവരവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം. അതനുസരിച്ച് വില്ലേജ് ഓഫീസറുടെ അടുത്ത് 8 ദിവസമായിട്ട് ഞാൻ ഈ വിഷയമായിട്ട് പോക്കുവരവിന് നടക്കുകയാണ്. ഇത് കരമടക്കി തരില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിത് വെച്ച് ലോൺ എടുക്കാനില്ല. ഗവൺമെന്റിന് കരം വേണം എന്ന് തോന്നുന്ന സമയത്ത് എനിക്കിത് കരം കൊടുക്കാൻ മതി. എനിക്കിതുകൊണ്ട് ഈ ഡോക്യുമെന്റ് വാലിഡാണ്, ഇത് ലീഗലി കൺസൾട്ട് ചെയ്താണ്, ഇത് സബ് രജിസ്ട്രാർ ഒരു ബുദ്ധിയില്ലാത്തവരല്ല അവിടെ ഇരിക്കുന്നത്. ഈ TSOയെ പോലെയോ മറ്റുള്ളവരെ പോലെയോ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതുകൊണ്ട് എന്തും ചെയ്തു കൊടുക്കുന്നവരല്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നിയമപരമായി സാധുതയുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് എൻ്റെ കയ്യിൽ നിന്ന് കരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കരം വാങ്ങിച്ചാൽ മതി. ഒരിക്കലുമില്ല. ഞാൻ അതിന്റെ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിയമപരമായിട്ട് ഇപ്പോൾ ഞാൻ ആ വീടിന്റെയും പുരയിടത്തിന്റെയും ലീഗൽ ഓണറാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പരാതിയും കേസും എന്താണെന്നുള്ള മെറ്റീരിയൽ സത്യത്തിൽ എൻ്റെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിലെന്താണ് അവരുടെ ആരോപണം എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ കാണുന്ന കോലാഹലങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു ഊഹം പറയുകയാണ്, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അവരുടെ ആരോപണം. കാരണം അവർ എൻ്റെ ഇലക്ഷൻ സമയത്ത് ഞാൻ രാജിവെച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഈ വിധ പരാതികളുമായിട്ട് അന്നൊരു ചാർലി എന്ന് പറയുന്ന ഏർത്ത് പഞ്ചായത്തിലെ CPIയുടെ ഒരു ഹരിതകർമ്മസേനയുടെ വണ്ടി ഓടിക്കുന്ന ഒരാളെ കൊണ്ട് ആണ് പരാതി കൊടുപ്പിച്ചത്. അതിനുശേഷം അതേ വാർഡിൽ തന്നെ ഒരു CPI-കാരനായിട്ടുള്ള ഒരു വിഷ്ണു എന്ന് പറയുന്ന പരാതിക്കാരനായി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവരെല്ലാം തന്നെ CPIയുടെ ബിനാമികളാണ്. ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും